ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് 1 കപ്പ് റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വറുക്കാത്ത സേമിയാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടായിട്ടുള്ള പാനിലേക്ക് 1 കപ്പ് സേമിയ ചേർത്തിട്ട് ലൈറ്റ് ഗോൾഡൻ നിറമാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് സമയം ഇത് തണുക്കുമ്പോൾ തന്നെ കളറൊക്കെ ഒന്നുകൂടി ഗോൾഡൻ കളറായിട്ട് വന്നോളും. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ 2 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ചേർക്കുന്നുണ്ട്. എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. പിന്നെ കുറച്ച് കാഷ്യൂ കിസ്മിസ് കൂടി ചേർക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആവും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. തീരെ ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല. സവാളയും ക്യാരറ്റും ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പുമാവിന് ആവശ്യമുള്ള വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 1 കപ്പ് സേമിയക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കണ്ട, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് 1-2 തവണ മൂടി തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം, എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വീണ്ടും അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഞാൻ 1-2 തവണ മൂടി തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നിനോട് ഒട്ടി നിൽക്കാത്ത രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം ചിരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. ആ സമയത്ത് സേമിയൊക്കെ ഒന്നിനോടൊന്ന് വിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ളൊരു സേമിയ ഉപ്മാവാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് രാവിലെ ആയാലും രാത്രിയിലായാലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്മാവാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്താണെങ്കിലും അവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്മാവാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.